പ്രേക്ഷകർക്കറിയും പോലെ കാലിക്കറ്റിൽ കോഴിക്കോട് പഴയ ബസ് സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ കെട്ടിട സമുച്ചയത്തിലെ തീ പിടിച്ചത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് വൈകുന്നേരം 4:50 തീ പിടിച്ചതാണ്. ഇത്രയധികം മണിക്കൂറുകൾ തീവ്രശ്രമം നടത്തിയിട്ടും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പരം കുറ്റം പറയാനുമുള്ള സാഹചര്യമല്ല എങ്കിൽ പോലും ഫയർ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാത്ത കെട്ടിട കൂട്ടങ്ങൾക്ക് തീ പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. ഇത്രയധികം തീവ്രശ്രമങ്ങൾ നടത്തിയിട്ടും ഫയർ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ ഉള്ളിൽ തീ പടരുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഹദ് റഹ്മാൻ തത്സമയം ചേരുകയാണ്. ഷഹദ്, അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണ്? അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഒന്ന് അഴവ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം നേരത്തെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തീ ആ കെട്ടിടത്തിനകത്ത് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം പുറത്തേക്ക് വരുന്ന തീ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അണച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്നാൽ അതേ സമയത്ത് തന്നെ കെട്ടിടത്തിനകത്ത് തീ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിനകത്തേക്ക് ഫയർ ഉദ്യോഗസ്ഥർക്ക് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അവർ പരമാവധി JCB ഉപയോഗിച്ച് അവിടുത്തെ മതിലുകളൊക്കെ തകർക്കുന്നു, മെഡിക്കൽ ഷോപ്പിന്റെ ഗ്ലാസ് ചില്ലുകളൊക്കെ തകർക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി കോഴിക്കോട് നിന്ന് വരുന്നു. ദീപക് തരമണത്തിന് അത് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദീപക്, എന്താണ് JCB ഉപയോഗിച്ച് അവരിപ്പോൾ ചെയ്യുന്ന പരിപാടി? എന്തായാലും കുറച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഷഹദ് പറഞ്ഞത്. തീലേശം നിയന്ത്രണ വിധേയമായതുപോലെ ഉള്ള സൂചന ഷഹദ് നൽകുന്നു. ദീപക്, വിവരങ്ങൾ. ഈ ടെക്സ്റ്റൈൽ ഗോഡൌണിൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്നു. മെഡിക്കൽ ഷോപ്പിലാണെങ്കിൽ ഈ സർജിക്കൽ ഉപകരണം, സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ലായനികളും ഉണ്ടാകും. സ്വാഭാവികമായും അത് പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് JCB ഉപയോഗിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഉന്നത ഉദ്യോഗസ്ഥർ, സോൺ IG രാജ്പാൽ മീണ ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഷിജു, നമ്മുടെ ക്യാമറാമാൻ ഷിജു ഇങ്ങോട്ടേക്ക് വന്നാൽ IG നേതൃത്വത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇപ്പോൾ എന്താണ് പ്ലാൻ ഇനി? ഫയർഫോഴ്സുകാരാണ് ഇത് പ്ലാനിങ് ചെയ്യുന്നത്. ഫയർ കുറച്ച് കൺട്രോൾഡ് ആണ്. പിന്നെ ഇത് തീ നിൽക്കാൻ പറ്റില്ല, ബട്ട് കൺട്രോൾഡ് ആണ് ഫയർ. ഇനിയിപ്പോൾ കൂടുതൽ ഫയർ എഞ്ചിൻ ഇനി വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തെളിച്ചിട്ടുമ്പോൾ കുറച്ച് സമയത്ത് ശരിയാവുമായിരിക്കും. താങ്ക് യു സർ. സോൺ IG രാജ്പാൽ മീണയാണ് നമ്മളോട് സംസാരിച്ചത്. നിലവിലുള്ള ഫയർ സംവിധാനങ്ങൾ തന്നെ പര്യാപ്തമാണ്. അത് ടേൺ അടിസ്ഥാനത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇവിടെ ചീറ്റിക്കും. നമുക്ക് നമ്മുടെ ക്യാമറാമാൻ ഷിജു ചവറ ഇതാ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതാ JCB ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ കെട്ടിടം പൊളിക്കുന്നു. ആ പൊളിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ചീറ്റിക്കുന്ന ദൃശ്യങ്ങൾ അതാണ് കാണുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നു ഇതാ മെഡിക്കൽ ഷോപ്പിൻ്റെ ആ ഫാർമസിയുടെ കെട്ടിട ഭാഗങ്ങൾ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയാണ് SKN. അതിലേക്ക് അതേ സമയത്ത് തന്നെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ശക്തമായ അകത്തേക്ക് ചീറ്റിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഘട്ടത്തിൽ 4-ാം മണിക്കൂറിലേക്ക് എത്തുമ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കെട്ടിടത്തിൻ്റെ ഫയർ സേഫ്റ്റി സംവിധാനമാണ്. അതായത് ഉദ്യോഗസ്ഥർ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു, പക്ഷേ എന്നാൽ ഫലം കാണാതിരിക്കാനുള്ള കാരണം കെട്ടിടത്തിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കാനുള്ള സംവിധാനമില്ലാത്തതിനാൽ JCB കൊണ്ട് പൊളിച്ച് വെള്ളം അകത്തേക്ക് ചീറ്റിക്കുകയാണ്.